നിങ്ങളുടെ പേഴ്സൻ്റെ ഏർലി മോർണിംഗ് തോട്ട്സ് ഇന്നത്തെ ദിവസം എന്തായിരുന്നു? അവർ എണീറ്റ പാടെ രാവിലെ തന്നെ എണീക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചത് എന്ന് നമുക്ക് നോക്കാം. കാസി ഷഫിൾഡാണ്. ജഡ്ജ്മെൻറ്റ്, വാവ്. നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, 9 ഓഫ് കപ്സ്, ഹെറോഫാൻറ്റ്, ഡെവിൾ, മജീഷ്യൻ, ടെമ്പറൻസ്, 8 ഓഫ് വാണ്ട്സ്. ഓക്കെ, എണീറ്റപാടെ അവർ പ്രാർത്ഥിക്കുമല്ലോ. ആ പ്രാർത്ഥനയിൽ ദൈവമേ നിങ്ങളെയും കൂടി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേരും കൂടി പറഞ്ഞിട്ടാണ് അവർ പ്രാർത്ഥിച്ചത് എന്ന് കാണുന്നു കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ വന്ന് കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പതിവായിട്ട് തന്നെ ഉണ്ടാവും അല്ലേ? എന്തായാലും നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുള്ളപ്പോൾ അവരെ അന്നത്തെ ദിവസം വന്ന് കാണാൻ സാധിക്കണം എന്നൊക്കെ എല്ലാവരും തന്നെ ചിന്തിക്കുമല്ലോ. അങ്ങനെ അവരും ചിന്തിച്ചതായിട്ട് കാണുന്നു. നിങ്ങളുടെ മെസ്സേജസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് മൊബൈൽ എടുത്ത് ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? അതേപോലെ ഇൻസ്റ്റയിലോ എഫ്ബിയിലോ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പിക്ചേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ നോക്കിയതായിട്ടും കാണുന്നു. ഓക്കെ, ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ള് അവർ ഫീൽ ചെയ്യാറുണ്ട്. ഒരു ഒബ്സഷൻ പോലെ, ഒരു അഡിക്ഷൻ പോലെ ആയിരിക്കണം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ. നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ബട്ട് വളരെ തീവ്രമായിട്ട് എന്ന് പറയാം, ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ചിന്ത, എണീറ്റിരിക്കുമ്പോഴും രാവിലെ ഉണർന്ന പാട് പല്ല് തേക്കുമ്പോഴും നിങ്ങളുടെ ചിന്ത ആ ഒരു അവസ്ഥയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 9 ഓഫ് കപ്സ് വെച്ച് മറ്റെന്തെല്ലാം സൗഭാഗ്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾ വേണം അവരുടെ കൂടെ എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ആ ഒരു ചിന്ത തന്നെയാണ്. എന്തുണ്ടായിട്ട് എന്ത് കാര്യം, അവരെൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്ന് ചിന്തിക്കില്ലേ, അതുപോലെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഹെറോഫൻ്റ് വെച്ച് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ പറ്റി വളരെ കാര്യമായിട്ട് തന്നെ അവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പ്രപ്പോസൽ അവർ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സ്വീകരിക്കാനുള്ള ചാൻസസ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ ഡിഫറൻസസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഒരു അറിയപ്പെടുന്ന വ്യക്തിയുമായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, എന്ത് തന്നെ ആയാലും അവർ ആ സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷനിലേക്ക് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ജ്യോതിഷപരമായിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം കേട്ടോ. ലൈക്ക് ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജ്യോതിഷം, ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ് അതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. ഇവർക്ക് രാവിലെ എന്നല്ല, രാത്രിയെന്നല്ല, ഉച്ചയ്ക്കെന്നല്ല, ഏത് നേരവും നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് കേട്ടോ. അറിയാതെ നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റായി പോവുകയാണ്. ഈ ഒരു തുടർച്ചയായിട്ടുള്ള ചിന്തകൾ കാരണം അവരറിയാതെ തന്നെ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് എത്തിക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ വരണം എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിൽ നിന്നും എന്തെങ്കിലും മെസ്സേജോ കോളോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളോ ഒരു മെസ്സേജ്, നിങ്ങളെ വന്ന് കണ്ട് സംസാരിക്കണം, ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു.